ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. 115 സങ്കീർത്തനം 9 വാക്യം. ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ആരാണ്? യഹോവ ആരാണ്? സർവശക്തനായ ദൈവമാണ് യഹോവ. ഇസ്രായേൽ ആരാണ്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അതായത് പുതിയ നിയമം അനുസരിക്കുന്ന പുതിയ നിയമ ഇസ്രായേലാണ് ദൈവത്തിൻ്റെ മക്കൾ. ആ ഇസ്രായേലിനോട് ദൈവം പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇന്നും പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുക എന്ന്. അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു എന്ന് പറയുമ്പോൾ, വേദനയിലും ഭാരത്തിലും ആരും സഹായം ഇല്ലാതെ ഇരിക്കുന്ന അനുഭവത്തിലും സഹായിപ്പാനായിട്ട് സർവശക്തനായ യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ശത്രുഭീതിയാൽ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം പരിചയമായി യഹോവയാകുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മളോട് കൂടെയുള്ള ദൈവത്തെ നാം പൂർണ്ണമായും ആശ്രയിക്കാൻ മനസ്സ് വെച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കുക. സഹായവും പരിചയമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇന്ന് രാവിലെ അങ്ങയുടെ വചനം കേൾക്കുന്ന നിൻ്റെ മക്കൾ ആശ്രയമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ അവർക്ക് സഹായവും പരിചയമായി അവിടെ എഴുന്നള്ളിയിരിക്കിയാൽ സ്തോത്രം. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. ആ ഉറപ്പ് നൽകിയിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.